ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തൽ അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ് 6 മണിക്കൂറിനകം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചകൾക്ക് ഖത്തറും ഇടപെട്ടതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇസ്രയേലും ഇറാനും വെടിനിർത്തൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വെടിനിർത്തൽ അവകാശവാദത്തിനിടയിലും പശ്ചിമേഷ്യ അശാന്തമാണ്. ഇറാൻ നഗരങ്ങളിൽ വീണ്ടും ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ടെഹ്റാനിൽ, ഖറാച്ച്, റാഷ്ദ് എന്നിവിടങ്ങളിലും ആക്രമണമുണ്ടായി. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് പോകാം. അൻസു എൽസ സന്തോഷ് ചേരുകയാണ്. അൻസു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ക്യാമ്പുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ഒരു ആക്രമണം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന്. എന്നാൽ ഇനി ഇറാന്റെ ഭാഗത്തു നിന്ന് അടിക്ക് ഒരു തിരിച്ചടി നൽകിക്കഴിഞ്ഞു എന്നൊരു അനുമാനത്തിൽ ഇനിയൊരു ആക്രമണം ഉണ്ടായേക്കുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുകയായിരുന്നു. ഇതിപ്പോൾ ഒരു വെടിനിർത്തൽ അത് എത്രയും അത്യാവശ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ. അത് ട്രംപിന്റെ അവകാശവാദം എന്താണ്? പക്ഷേ ഇറാന്റെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് വരുന്ന സ്ഥിരീകരണം അതും എങ്ങനെയാണ്? ഇറാനിലെ ഫോർദോ, നഥാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങൾ US ആക്രമിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഇതിനുള്ള തിരിച്ചടി തുടരും എന്ന് തന്നെ ഇറാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്. ആക്രമണം വിജയമാണ് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലൊരു വെടിനിർത്തൽ എന്നത് ഉടൻ സാധ്യമാണോ എന്നതിൽ നമ്മൾക്ക് വരും മണിക്കൂറുകളിലെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനും ഇസ്രയേലും തമ്മിലൊരു പൂർണ്ണമായ കംപ്ലീറ്റ് ആൻഡ് ടോട്ടൽ സീസ് ഫയർ എന്നാണ് BBC അറിയിക്കുന്നത്. ഇത്തരത്തിൽ വരും മണിക്കൂറിൽ 6 മണിക്കൂറിനുള്ളിൽ ഇത്തരത്തിലൊരു വെടിനിർത്തൽ ഉണ്ടാകുമെന്ന തരത്തിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കും എന്നും പറയുന്നു. ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ട്രംപ് നേരിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചു എന്നും അതേപോലെ തന്നെ ടെഹ്റാനും ഇറാൻ്റെ ഭാഗത്തു നിന്നും വെടിനിർത്തലിനുള്ള ഒരു കൺഫർമേഷൻ വന്നു എന്ന തരത്തിൽ അമേരിക്ക പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഇതുവരെയും ഇസ്രായേലിൻ്റെയോ ഇറാൻ്റെയോ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു ഉറപ്പും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇറാൻ ഈ ഖത്തറിലെ അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾക്ക് നേരെയായിരുന്നു സാൽവോ മിസൈലുകൾ തൊടുത്തത്. എന്നാൽ ഇത് ദോഹയിൽ വെച്ച് തന്നെ ഖത്തർ ഇതിനെ നേരിടുകയും ഇത് നശിപ്പിച്ചു കളയുമൊക്കെ ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. UAE അടക്കമുള്ള മറ്റ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സാഹചര്യത്തെ അപലപിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ട്രംപ് ഈ വിഷയത്തിൽ ഇസ്രായേലിനൊപ്പം ചേർന്നുകൊണ്ടുള്ള ഈ ഒരു അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകിയത് ബഷാറത്ത് അൽ ഫത്തേ എന്നാണ് ഈ ഒരു മിഷൻ്റെ പേര്. ട്രംപ് ഇതിൽ ഇറാൻ്റെ ഈ ഒരു തിരിച്ചടിയെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. എല്ലാ മുന്നറിയിപ്പുകളും നൽകിക്കൊണ്ടായിരുന്നു ഇറാൻ്റെ ആക്രമണമെന്നും ആളൊഴിഞ്ഞ വ്യോമത്താവളത്തിന് നേരെ ഇറാൻ ബോംബിട്ടിട്ട് പോന്നു എന്നുമായിരുന്നു ട്രംപിൻ്റെ ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ട്രംപ് കുറിച്ചിരിക്കുന്നത്. ഖത്തറിലെ സൈനിക താവളത്തിലേക്ക് ഇറാൻ്റെ 14 മിസൈലുകൾ വന്നു. ഇതിൽ 13 വീഴ്ത്തിയെന്നും 1 ദിശ തെറ്റി എങ്ങോട്ട് പോയെന്നുമുള്ളൊരു പരിഹാസമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇറാൻ്റെ തിരിച്ചടിയിൽ ആർക്കും പരിക്കില്ല, നാശനഷ്ടമില്ല എന്നും ട്രംപ് പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒപ്പം ഖത്തറിന് ട്രംപ് നന്ദി പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇപ്പോഴും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണം തുടർന്നുകൊണ്ട് ഇരിക്കുകയാണെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുവരെയും ഈ വെടിനിർത്തൽ ധാരണയോട് പ്രതികരിക്കാൻ ഇസ്രായേലോ ഇറാനോ തയ്യാറായിട്ടുമില്ല. തന്നെയുമല്ല, ഇസ്രായേലും അമേരിക്കയും ഈ ഒരു വിഷയത്തിൽ പിന്മാറാതെ ഒരിക്കലും ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് പോകില്ല, അത്തരത്തിലൊരു ധാരണയിലേക്ക് പോകില്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. രോഷ്നി, അൻസു, ഇതിപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു അവകാശവാദം അത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ നടത്തിയത്. അതൊരു നാടകീയ നീക്കമായാണ് നമ്മൾ കാണുന്നതെങ്കിലും ഗൾഫ് മേഖലയെ സംബന്ധിച്ച് താൽക്കാലികമായി ഒരു ആശങ്ക വേണ്ട എന്നൊരു അനുമാനത്തിൽ തന്നെയല്ലേ ഇപ്പോഴുള്ളത്? നിലവിൽ അത്തരത്തിലൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളത്. ഒപ്പം ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇറാനുമായി ചർച്ചയ്ക്കടക്കം മുന്നിൽ നിന്ന രാജ്യങ്ങളാണ്. നയതന്ത്ര ചർച്ച വേണം, ഈ പ്രശ്നം പരിഹരിക്കണം എന്ന തരത്തിൽ മുന്നിൽ നിന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ സമാധാനം വേണം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഇനി ആവർത്തിക്കരുത് എന്നൊരു തരത്തിലേക്ക് തന്നെയാണ് ഖത്തറിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണവും ഉള്ളത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ സിമ്പിളായ വളരെ പരാജയപ്പെട്ടു പോയ ആക്രമണമെന്നാണ് ട്രംപും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം വ്യോമത്താവളങ്ങൾ ഖത്തർ അടച്ചിരുന്നു, ഇത് തുറന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. വിമാന സർവീസുകളടക്കം ഖത്തർ പുനരാരംഭിച്ചിട്ടുമുണ്ട്. എയർവേസ് സർവീസുകളും പുനരാരംഭിച്ചു. ഇത് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു, ഇത് ഖത്തറിന് നേരെയുള്ള ആക്രമണമല്ല, മറിച്ച് അമേരിക്കയ്ക്ക് കൊടുത്ത മറുപടിയാണ്, അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾക്ക് നേരെ നടത്തിയ മറുപടിയാണ്. എന്നാൽ ഇറാൻ്റെ ഈ നീക്കങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ
തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ നിന്ന് ആളുകളെ അടക്കം ഒഴിപ്പിച്ചിരുന്നു. യാതൊരു വിധത്തിലും ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് അടക്കം വന്നിരിക്കുന്ന പ്രതികരണം. രോഷിനി, ഇനിയിപ്പോൾ നമുക്ക് പ്രവാസികൾക്ക് ഉൾപ്പെടെ അറിയേണ്ട ഒരു കാര്യം ഇതായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം തന്നെ മലയാളികളടക്കം ഈ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ നമ്മളോട് പ്രതികരിക്കുമ്പോൾ പലരും വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ റദ്ദാക്കിയതും വ്യോമപാത അടച്ചതും ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് നാട്ടിലേക്ക് വരാൻ നിൽക്കുന്നവരുണ്ടായിരിക്കും. ഈ ഒരു സംഘർഷത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഉണ്ടായ ഒരു പ്രതിസന്ധി, അപ്പോൾ അതിന് നമുക്കൊരു തീരുമാനം ഉണ്ടാവണം. അപ്പോൾ ആ യാത്രകൾ സംബന്ധിച്ചൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ വിമാനയാത്രകൾ സംബന്ധിച്ചൊക്കെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ? അതിലെപ്പോഴൊരു തീരുമാനമാവും? രോഷിനി, വിമാന സർവീസുകൾ പുനരാരംഭിച്ചു എന്ന് തന്നെയാണ് ഖത്തറിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. കുവൈറ്റും ഇത്തരത്തിൽ വ്യോമഗതാഗതം നിർത്തിവെച്ചിരുന്നു. ഇതും പുനഃസ്ഥാപിച്ചതായി സിവിൽ ഏവിയേഷൻ അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അധികാരികൾ തമ്മിലുള്ള ഏകോപന ചർച്ചകളും മറ്റും നടന്നിരുന്നു. ഒപ്പം വ്യോമ മേഖല വീണ്ടും തുറക്കാൻ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള വ്യോമഗതാഗതം സാധാരണ നിലയിലാക്കാനും സിവിൽ ഏവിയേഷൻ തീരുമാനിച്ചിരുന്നു. ഖത്തറിലും അതേ സാഹചര്യം തന്നെയാണുള്ളത്. നിലവിൽ ആശങ്കപ്പെടാൻ ഒന്നും തന്നെ ഇല്ല എന്ന തരത്തിലാണ് അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിട്ടുള്ളത്. കുവൈറ്റ് യും ഖത്തറിൻ്റെയൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് ആണ് ഇത്തരത്തിൽ വിമാനത്താവളങ്ങൾ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ അതിൽ പ്രശ്നമൊന്നും തന്നെ ഇല്ല. വിമാന സർവീസുകൾ പുനരാരംഭിച്ചു എന്നുള്ള വിവരമാണ് ഖത്തറിൻ്റെ ഭാഗത്തുനിന്ന് രാത്രി തന്നെ വന്നിരിക്കുന്നത്. രോഷിനി, ഇതിപ്പോൾ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഈ ഒരു സംഘർഷം ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ അമേരിക്കയുടെ ഈ ആക്രമണം കൂടി നേരിട്ട് അമേരിക്ക പങ്കാളിയാവുന്നത് കൂടി ഈ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇറാന്റെ ഒരു രീതി അനുസരിച്ച് തന്നെ ഇന്നലെ നടത്തിയ ഒരു ആക്രമണം എന്ന് പറയുന്നത് അമേരിക്കയെ നേരിട്ട് ബാധിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ അത്തരമൊരു ആക്രമണം ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ തന്നെ അനുമാനിച്ചിരുന്നതാണ്. ഗൾഫ് രാജ്യങ്ങളിലടക്കം അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കം നൽകിയതുമാണ്. പ്രത്യേകിച്ച് ബഹ്റൈനിലും ഖത്തറിലും അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത്തരത്തിൽ കൃത്യമായ ഇൻഫോർമേഷൻസ് നൽകിയിരുന്നു ജനങ്ങൾക്ക്. പക്ഷേ ഇനിയിപ്പോൾ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ സംബന്ധിച്ച് ഇത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുക എന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത്. രോഷിനി, ഈ കഴിഞ്ഞ ദിവസമാണ് ഏതാണ്ട് ഒരു 3-4 ദിവസം മുൻപ് ട്രംപ് പറഞ്ഞത് 2 ആഴ്ചയ്ക്ക് ശേഷമേ ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇസ്രായേലുമായി ചേർന്ന് ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ അണിചേരുമെന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിൽ അമേരിക്ക ഈ ഒരു സംഭവത്തിൽ ഇറാനെ ആക്രമിക്കുന്ന തലത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടത്. ഫോർത്തോ, നത്താൻസ്, ഇസ്ഫഹാൻ അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബങ്കർ ബോംബറുകൾ അടക്കം അമേരിക്ക ഇടുന്നതാണ് നമ്മൾ കാണുകയുണ്ടായത്. ഇതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇത് സമാധാനം എത്രത്തോളം അകലെയാണെന്നതിൽ ഇപ്പോൾ ആശങ്കയിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ഭാഗത്തു നിന്ന് എന്ത് മറുപടിയാണ് ഇതിന് വരുന്നത്, അല്ലെങ്കിൽ ഈ അമേരിക്കയുടെ നിലവിലുള്ള വെടിനിർത്തൽ എന്ന അവകാശവാദത്തോട് എന്ത് തരത്തിലാണ് പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവും ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഈ സയനിസ്റ്റ് ഭരണകൂടത്തോട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയതുമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്ക അവരുടെ കൂടെ നിൽക്കണമെന്ന തരത്തിൽ അവർ നേരത്തെ തന്നെ ആഗ്രഹിച്ചതാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ നടത്തിയിരുന്നു. ഒപ്പം ഇതിൻ്റെ മറവിൽ ഗാസയിലടക്കം വലിയ രീതിയിലുള്ള യുദ്ധക്കുറ്റങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് ഇസ്രായേൽ എന്നുള്ളതാണ്. നയതന്ത്ര ചർച്ചകൾ ഇനി ഏത് തരത്തിൽ നടക്കും എന്നുള്ളതിനെപ്പറ്റി അറിയില്ല. ജനീവയിൽ അടക്കം നടന്ന ചർച്ചകൾ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടുക എന്ന് നോക്കിക്കാണേണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന യൂറോപ്യൻ യൂണിയൻ, ഒപ്പം ജർമ്മനി, ഫ്രാൻസ്, ഒപ്പം UK അടക്കം ഇറാനുമായി നടത്തിയ ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ഇനി എങ്ങനെയാണ് ഇതിനെ നേരിടുക എന്നുള്ളത് അറിയില്ല. ഒപ്പം ഇറാനിൽ നിന്ന് നിരവധി ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അടക്കം മലയാളികളും ഏതാണ്ട് 14ഓളം ആളുകൾ തിരിച്ചെത്തിയെന്നുള്ള വിവരം വരുന്നുണ്ട്. ഇന്ത്യ അടക്കം ഓപ്പറേഷൻ സിന്ധു അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ആളുകളോടെല്ലാം തന്നെ ബങ്കറുകളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ടെഹ്റാനിലടക്കം വലിയ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇസ്രായേലിലും ഈ പറഞ്ഞ പോലെ ഹൈഫ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ ടെല്ലവീവിലൊക്കെ തന്നെ ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രോഷിനി. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങൾ എന്താകുമെന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യത്തിലേക്ക് കൂടി വന്നാൽ, ഇപ്പോൾ അമേരിക്ക ഇട്ട് അത്രയും ബോംബെ തിരിച്ചുമിട്ടിട്ടുള്ളൂ, ഖത്തറല്ല അമേരിക്കയായിരുന്നു ലക്ഷ്യമെന്ന ഈ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങൾ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആക്രമണം എന്നുള്ളത് ആ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചല്ല, അമേരിക്കൻ ക്യാമ്പുകളെ, സൈനിക താവളങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും ഞങ്ങൾ നടത്തുക എന്നുള്ളൊരു ഉറപ്പ് ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നിൽ ആ ഒരു സൗഹൃദ മനോഭാവം ഇന്നലെ ഇറാൻ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു, അല്ലേ?
ഖത്തർ ഒരു ചെറിയ രാജ്യമാണ് രോഷിനി. ഖത്തറിനെ സംബന്ധിച്ച് ഖത്തറിലെ US താവളങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം എങ്കിൽ പോലും ഒരു ചെറിയ രാജ്യമാണ്. ജനവാസ മേഖലയിൽ നിന്ന് വളരെ അകലെയാണ് തങ്ങൾ ഇത് നടത്തിയത് എന്നൊക്കെ പറയുമ്പോൾ പോലും എന്നാണ് ഇറാനിയൻ സുപ്രീം കൗൺസിൽ നൽകിയ വിശദീകരണം അക്കാര്യത്തിലായിരുന്നു. എങ്കിൽ പോലും ഖത്തറിനും അവിടുത്തെ ജനങ്ങൾക്കും ഭീഷണി ഉയർത്തുന്നതല്ല, അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയാണ് എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ആക്രമണത്തെ ന്യായീകരിക്കാനാവില്ല എന്ന് UAE അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ ആക്രമണങ്ങളെല്ലാം തന്നെ തടുത്തു നിർത്താൻ ഖത്തറിന് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു വലിയ കാര്യം. 14 സാൽവോ മിസൈലുകൾ തൊടുക്കുന്നു, ഇതിൽ 13 എണ്ണവും നിരായുധമാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം രോഷിനി, ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് പ്രകാരം ഒരിക്കലും കീഴടങ്ങില്ല എന്ന് ഖമനയി പറയുന്നു. അതായത് ഇസ്രായേൽ തുടക്കം മുതൽ തന്നെ പറയുന്നതാണ് ആയത്തുല്ല അലി ഖമനയിയെ വധിക്കുക എന്ന ലക്ഷ്യം നിലവിലില്ല എങ്കിൽ പോലും കീഴടങ്ങണം, നിരുപാധികം കീഴടങ്ങണം, യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ നിരുപാധികം കീഴടങ്ങണം, യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന തരത്തിലുള്ളൊരു ആവശ്യമാണ് ഇസ്രായേൽ ആദ്യം തന്നെ മുന്നോട്ട് വെച്ചിരുന്നത്. അമേരിക്ക അടക്കം ഇത്തരത്തിലുള്ള ഭീഷണികൾ ഇറാന്റെ പരമോന്നത നേതാവിന് നേരെ നടത്തിയിരുന്നു. ആയത്തുല്ല അലി ഖമനയി ഒളിച്ചിരിക്കുന്ന താവളം തങ്ങൾക്കറിയാം, തനിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ ആക്രമിക്കാൻ കഴിയും, എന്നാൽ ഇപ്പോൾ അത് ചെയ്യുന്നില്ല, പൂർണ്ണമായും പിന്മാറ്റമാണ് ആവശ്യപ്പെടുന്നത്, വെറും ഒരു വെടിനിർത്തലല്ല എന്നത് അമേരിക്ക നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ മറുപടി ഖമനയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. ഒരിക്കലും കീഴടങ്ങില്ല എന്നുള്ള വിവരം തന്നെയാണ് പറയുന്നത്. ചരിത്രം അറിയുന്നവർക്ക് ഇറാൻ ജനതയെ അറിയാം, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ മുന്നിൽ കീഴടങ്ങില്ല എന്ന് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമനയി. അതായത് ഖമനയുടെ നേരത്തെ തന്നെയുള്ള നിലപാടുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരു ചർച്ച അത് ആരംഭിക്കണമെങ്കിൽ US-ഉം ഇസ്രയേലും ആദ്യം ആക്രമണം അവസാനിപ്പിക്കണം. അതേ നിലപാടിൽ തന്നെ ഖമേനി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു അനുനയം ഉണ്ടാവണമെങ്കിൽ തന്നെ, അതിലെന്തെങ്കിലും ഒരു ചർച്ചയുടെ സാധ്യതകൾ ഉണ്ടാവണമെങ്കിൽ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഈ അവസാന ഘട്ടത്തിലും പ്രധാനപ്പെട്ട നേതാവ് പറയുകയാണല്ലേ? തീർച്ചയായും രോഷിനി, ഇത്തരത്തിൽ പൂർണ്ണമായും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ആക്രമണങ്ങൾ നിർത്തിയാൽ മാത്രമേ ഔദ്യോഗികമായി അവസാനിപ്പിച്ചാൽ മാത്രമേ ഒരു ധാരണയിലേക്ക്, ഒരു ചർച്ചയിലേക്ക് പോകൂ എന്ന് തന്നെയാണ് ഖമനയുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഇത്തരത്തിൽ മറുപടി ഉണ്ടായിരിക്കുന്നത്. ഈ നേതൻസ് അടക്കമുള്ള ആണവ നിലയങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ടെഹ്റാനിലും കറാച്ചിലും റാഷിദിലും വീണ്ടും വൻ സ്ഫോടനം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇറാന്റെ മേൽ ഉള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ടെഹ്റാന് നേരെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു. ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുക വഴി വലിയ രീതിയിലുള്ള വിപത്തിലേക്ക് ഇത് പോകുമെന്ന് ആണവോർജ ഏജൻസി അടക്കം കഴിഞ്ഞ ദിവസം വലിയ മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയതാണ്, നമ്മൾ കണ്ടതാണ്. ഇത് ഇറാനിൽ മാത്രം അതിൻ്റെ ദുരന്തം നിൽക്കില്ല, മറ്റു രാജ്യങ്ങൾക്ക് മേലെയും ഇത്തരത്തിലുള്ള വിപത്ത് നിൽപ്പുണ്ട് എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവർ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന സാഹചര്യം തുടർന്നു പോരുകയാണ്. എന്നാൽ ഈ പറഞ്ഞ നേതൻസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർ അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ മാറ്റിയിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ ആണവോർജ ഏജൻസി അടക്കമുള്ളത്. വലിയ രീതിയിലുള്ള അപകടമില്ല, വിപത്തില്ല എന്നെല്ലാം പറയുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലും കീഴടങ്ങൽ ഉണ്ടാവില്ല. ഇത്തരത്തിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ക്ഷമിക്കാനാവാത്ത കുറ്റമാണെന്ന് നേരത്തെ തന്നെ ഖമനയി വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ സയനിസ്റ്റ് ഭരണകൂടത്തിന് മുന്നിൽ ഒരിക്കലും അടിയറവ് പറയില്ല എന്നുള്ള ഒരു നിലപാട് ആവർത്തിക്കുകയാണ് ഖമനയി. ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നോക്കിക്കാണേണ്ടതാണ്. ഇപ്പോൾ ഇറാൻ അമേരിക്കൻ വ്യോമത്താവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തെ ദുർബലം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പരിഹസിച്ച സാഹചര്യത്തിൽ കൂടി ഖമനയുടെയും ഒപ്പം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർ പ്രതികരണങ്ങൾ വളരെ വിലയേറിയ തന്നെയാണ്. നമ്മൾ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് രോഷിനി. ഓക്കെ, അൻസു എൽസ സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതിപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു വെടിനിർത്തൽ ഉണ്ടാകും, യുദ്ധം 24 മണിക്കൂറിനകം അവസാനിക്കുമെന്നൊക്കെ ട്രംപ് അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിനെ ഇറാനിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇത്തരം ഒരു ചർച്ചയിൽ ഖത്തർ തന്നെ ഇടപെട്ടതായുമുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ കേട്ടത്. ഇനിയിപ്പോൾ ഇതിന്റെ തുടർച്ച ഈ ദിവസം ഓരോ മണിക്കൂറുകളിലായും പ്രേക്ഷകർക്ക് റിപ്പോർട്ടറിലൂടെ അറിയാൻ കഴിയും.